ഒക്ടോബർ 3 വിശുദ്ധ മദർ തിയോഡോർ ഗ്വെരിൻ. 1798 മുതൽ 1856 വരെ കാലഘട്ടം. ഇന്ത്യാനയിൽ സ്ഥിതി ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഓഫ് പ്രൊവിഡൻസ് ഓഫ് സെയിൻറ്റ് മേരി ഓഫ് ദ വുഡ്സിൻ്റെ സ്ഥാപകയായ വിശുദ്ധ മദർ തിയോഡോർ ഗ്വെറിൻ്റെ ഓർമ്മത്തിരുനാൾ ദിനമാണ് ഇന്ന്. ഫ്രാൻസിലെ ബ്രിട്ടാനിയയിൽ ജനിച്ച ഇവർക്ക് മാതാപിതാക്കൾ ആനി തെരേസ് ഗ്വെറിൻ എന്നാണ് പേരിട്ടത്. തിയോഡോറിൻ്റെ മാതാപിതാക്കൾ മകളെ പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിച്ചിരുന്നു. 10 വയസ്സുവരെ നീലയും വെള്ളയും കലർന്ന വസ്ത്രങ്ങളാണ് മകളെ ധരിപ്പിച്ചിരുന്നത്. ആനി തെരേസിന് ഏകദേശം 15 വയസ്സുള്ളപ്പോൾ പിതാവ് കൊല്ലപ്പെട്ടു. സ്വന്തം മാതാവിനെയും സഹോദരിയെയും പരിപാലിച്ചും സംരക്ഷിച്ചും വരവേ ദഹന വ്യവസ്ഥയ്ക്ക് തകരാർ സംഭവിച്ച ആനി തെരേസിന് ജീവിതാവസാനം വരെ ഖരപദാർത്ഥങ്ങളൊന്നും കഴിക്കുവാൻ പാടില്ലെന്ന് വന്നു. അമ്മയുടെ അനുവാദത്തോടെ 25-ാം വയസ്സിൽ ഫ്രാൻസിലെ റൂലെ സുർ ലോയറിലെ സിസ്റ്റേഴ്സ് ഓഫ് പ്രൊവിഡൻസിൻ്റെ കോൺവെൻറ്റിൽ പ്രവേശിച്ചു. തിയോഡോർ ഗ്വെരിൻ എന്ന പുതിയ പേര് സ്വീകരിച്ചു. കുട്ടികളെ പഠിപ്പിക്കുവാനും ബാക്കി സമയം രോഗികളെ ശുശ്രൂഷിക്കുവാനും തുടങ്ങി. ആ നിസ്വാർത്ഥ ശ്രമങ്ങൾക്ക് നിരവധി ബഹുമതികൾ ലഭിക്കുകയുണ്ടായി. 1840 മറ്റ് 5 പേരോടൊപ്പം സിസ്റ്റർ തിയോഡോറിനെ അമേരിക്കയിലെ ഇന്ത്യാനയിലേക്ക് അയച്ചു. കടലും മലകളും താണ്ടി വിദൂരത്തുള്ള നിബിഡ പ്രദേശത്തെത്തിയ അവർ 9 മാസത്തിനുള്ളിൽ സെയിൻറ്റ് മേരി ഓഫ് ദ വുഡ്സ് എന്ന കമ്മ്യൂണിറ്റി ആരംഭിച്ചു. ഇത് US-ലെ ആദ്യത്തെ കത്തോലിക്ക സ്ത്രീകളുടെ ലിബറൽ ആർട്സ് കോളേജായി മാറി. സിസ്റ്റർ തിയോഡോർ പുതിയ സമൂഹത്തിൻ്റെ മഠാധിപയായി തിരഞ്ഞെടുക്കപ്പെട്ടു. യേശുവിനൊപ്പം നമ്മൾ എന്തിനെ ഭയപ്പെടണം എന്ന ഒറ്റ ചോദ്യത്താൽ സഹസന്യാസിനിമാരെ ശക്തിപ്പെടുത്തിയ അവർ അമേരിക്കയിൽ സ്കൂളുകൾ, ഫാർമസികൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ അനാഥാലയങ്ങൾ എന്നിവ സ്ഥാപിച്ചു. 58-ാം വയസ്സിൽ 1856 മെയ് 14 രോഗാതുരയായി മദർ തിയോഡോർ ഗ്വെരിൻ മരിച്ചു. അവരുടെ കല്ലറയിൽ ഇങ്ങനെ ഉല്ലേഖനം ചെയ്തിരിക്കുന്നു: ഞാൻ ഉറങ്ങുകയാണ്. എൻ്റെ ഹൃദയം എപ്പോഴും ഞാൻ സ്ഥാപിച്ച ഈ കോൺവെൻറ്റിനെ നോക്കി പാർക്കുന്നു. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ മദർ തിയോഡോറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വചനം 1 തിമോത്തിയോസ് 4-ാം അധ്യായം 7-ാം വാക്യം. ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. വിചിന്തനം: തിന്മ ചെയ്യാതിരിക്കുന്നത് മാത്രം നീതിയാകുകയില്ല. നന്മ ചെയ്യാതിരിക്കുന്നതും തെറ്റാകും. നിയമം ഇരുവിധത്തിൽ ലംഘിക്കപ്പെടുന്നു. വിശുദ്ധ അത്തനേഷ്യസിൻ്റെ വാക്കുകൾ. വിശുദ്ധ പൗലോസ്ലേഹ പറയുന്നു: നിനക്ക് ചൂടോ തണുപ്പോ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലാത്തപക്ഷം അത് തുപ്പിക്കളയുന്നതിന് തുല്യമായി പോകും. അപ്രകാരമൊരു തുപ്പിക്കളയപ്പെടലിൻ്റെ സാഹചര്യത്തിലായിരുന്നു മദർ തിയോഡോറിൻ്റെ ജീവിതവും. സ്വന്തം ആരോഗ്യത്തെ തൃണവൽഗണിച്ചുകൊണ്ടാണ് ദഹനേന്ദ്രിയ വ്യവസ്ഥ തകർന്ന ആ സഹോദരി മഠത്തിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെയും അവൾ വെറുതെ ഇരുന്നില്ല. അശരണരെ പഠിപ്പിച്ചും രോഗികളെ സഹായിച്ചും അവൾ തൻ്റെ ജീവിതം ക്രിസ്തുവിനെ പ്രതി മനോഹരമാക്കി തീർത്തു. ആ മഠാധിപ അവളിൽ പ്രസന്നയാവുകയും കൂടുതൽ ഉത്തരവാദിത്വത്തിൻ്റെ മേഖലകളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അതവരെ സുഹൃത സമ്പൂർണയാക്കി.